ഇന്നിപ്പോൾ ഗാസയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നു, ഹമാസ് സമരം ചെയ്യുന്നു. നിങ്ങൾ 1964 ഈ പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന ഫോം ചെയ്തു. അന്ന് അവർ പറഞ്ഞത് റിവർ ടു സീ എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. അന്ന് ഈ റിവർ ടു സീ എന്ന് പറയുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീ മുതൽ ജോർഡാൻ നദി വരെയുള്ള ഇടയ്ക്കുള്ള പ്രദേശം ഫ്രീ ആക്കണം, എന്നിട്ട് അവർക്ക് കൊടുക്കണം. അവിടെ ആരാ താമസിക്കുന്നത്? ജൂതർ. ടെൽ അവീവും ഹൈഫയൊക്കെ ഉള്ള സ്ഥലമാണ്. ജൂതന്മാർ അവിടെ ഉണ്ടാകാൻ പാടില്ല. നോക്കൂ, അറബ് രാജ്യങ്ങളിലെ ജൂതന്മാരെല്ലാം തന്നെ ഇസ്രായേൽ വന്ന് അടിച്ചിട്ടുണ്ട്. അവരവിടെ നിന്ന് പേടിച്ചോടി പോരുന്നത്. അവരെല്ലാം യഥാർത്ഥത്തിൽ ജൂതന്മാരെ കടലിൽ മുക്കണം എന്നുള്ളതാണ് റിവർ ടു സീ എന്ന് പറയുന്ന ജനോസൈഡ് മുദ്രാവാക്യമാണത്. ഈ ജനോസൈഡ് മുദ്രാവാക്യമാണ് ഇവർ ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ചിലർ പേഴ്സ് കൊണ്ടുപോകും, ചിലർ ഹാൻഡ് ബാഗ് കൊണ്ടുപോകും, ചിലർ എടുത്ത് ചുറ്റും. ഇറാഖിലെ കുഫ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്. അത് ഇറാഖാണ്. അതുപോട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയുന്നില്ല. ഈ 64 PLO ചാർട്ടർ ഉണ്ടാക്കുമ്പോൾ ഗാസ PLOയ്ക്ക് ആവശ്യമില്ല. കാരണം ഗാസ ഈജിപ്തിൻ്റെ കോളനിയാണ്. വെസ്റ്റ് ബാങ്ക് അപ്പാടെ ഇസ്രായേലിന് PLOയ്ക്ക് ആവശ്യമില്ല. കാരണം അത് ജോർഡൻ്റെ പുറമ്പോക്കായിട്ട് നിൽക്കുക. പിന്നെ എന്തിനാണ്? ബാക്കിയുള്ളതിനാണ്. ഗോലൻ ഹൈറ്റ്സും ആവശ്യമില്ല, കാരണം അത് സിറിയയുടെ കയ്യിലാണ്. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത് അറബ് രാജ്യങ്ങൾ ചേർന്നാണ്. അവിടുന്ന് സ്ഥലം പിടിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈജിപ്റ്റ് ഉണ്ടാ കമ്പനിയിൽ, ജോർഡൻ ഉണ്ടാ കമ്പനിയിൽ, സിറിയ ഉണ്ടാ കമ്പനിയിൽ. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിരിക്കുന്ന സ്ഥലം ചോദിക്കരുത്. അങ്ങനെ ഗാസ വേണ്ട, ഗാസ വേണ്ടെന്ന് PLO പറഞ്ഞതാണ് ഞാൻ വായിക്കുന്നത്. ആർട്ടിക്കിൾ 24 ഓഫ് ദ 1964 PLO ചാർട്ടർ. This organization does not exercise any territorial sovereignty over the West Bank, in the Hashemite Kingdom of Jordan, or the Gaza Strip, in the Himma area. Himma area എന്ന് വെച്ചാൽ ഈജിപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഈജിപ്തിൻ്റെ കയ്യിലുള്ള ഗാസയോ ജോർഡൻ്റെ കയ്യിലുള്ള വെസ്റ്റ് ബാങ്കോ ഞങ്ങൾക്ക് യാതൊരു അവകാശമില്ല. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. എന്നാൽ 67 6 Day വാർ വരുന്നു. സിറിയയിൽ നിന്ന് ഗോലൻ ഹൈറ്റ്സ് പിടിച്ചെടുക്കുന്നു, ജോർഡനിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നു, ഈജിപ്തിൽ നിന്ന് ഗാസയും പിന്നെ സിനായ് പെനിൻസുലയും പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഇവർ ചാർട്ടർ വീണ്ടും പുതുക്കി. ഇതൊക്കെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് ഗാസ വേണം, വെസ്റ്റ് ബാങ്ക് വേണം, അത് വേണം, ഇത് വേണം. അതെന്താണ്? ഞാൻ ഒറ്റ ചോദ്യം. അതായത് ഇന്നലെ വരെ നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യം ഇന്ന് എന്തുകൊണ്ട് വേണം? കാരണം ഇന്നലെ വരെ സുന്നി ഭൂരിപക്ഷ രാജ്യത്തിൻ്റെ കീഴിലാണ് നിങ്ങൾ വസിക്കുന്നത്. മതം ജോർഡൻ്റെ കീഴിലാണ്, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഹാഷ്മേറ്റ് കിങ്ഡം കുഴപ്പമില്ല, ഹിമ്മ റീജിയൻ കുഴപ്പമില്ല. ഇപ്പോഴാണ് ജൂതൻ്റെ കൈ പോയി. ജൂതൻ്റെ കൈ പോയെന്ന് പറയുമ്പോൾ പറ്റില്ല. എന്താ കാര്യം? റസൂലേ നിൻപോരവാൻ. ഇതല്ലാതെ ഈ യുദ്ധത്തിന് കാരണമില്ല. ഈ ഗാസ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാസ ഇസ്രായേൽ പിടിച്ചതാണ് പ്രശ്നം. അത് ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ മതം മതം മതം. വേറെ എന്ത് കാരണമാണുള്ളത്? ഇവിടെ ഓരോരുത്തരും വിഭവങ്ങൾ തമ്മിലുള്ള മത്സരമാണ്, മറ്റൊരു എണ്ണയ്ക്ക് വേണ്ടിയാണ്.